السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي جعل في هجرة نبيه صلى الله عليه وسلم دروسا وعظات، والصلاة والسلام على خير البريات وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഒരു ഹിജ്റ വർഷം കൂടി, പുതുവർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പാഠങ്ങളും ചിന്തകളും നൽകിക്കൊണ്ടാണ് ഓരോ ഹിജ്റ വർഷവും കടന്നു പോകുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റം എന്നാണ് ഉദ്ദേശം. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുസ്വഭാവങ്ങളിൽ നിന്നും നല്ല സ്വഭാവങ്ങളിലേക്കുള്ള ഒരു മാറ്റം, അതും ഹിജ്റയുടെ ഒരു സന്ദേശമാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരു വ്യക്തിയുടെ നാവിൻ്റെയും കൈകളുടെയും അക്രമത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടുവോ ആ വ്യക്തിയാണ് യഥാർത്ഥ മുസ്ലിം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതിനെ വെടിയുന്നവനാണ്. ഹിജ്റ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് നാം കൂട്ടുകൂടുന്നതും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതും നല്ലവരെയായിരിക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കൂട്ടുകാരൻ ആരായിരുന്നു? ഈ സമുദായത്തിലെ ഏറ്റവും ഉന്നത വ്യക്തി, ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല. ഞാനൊരു ആത്മസുഹൃത്തിനെ വെക്കുമായിരുന്നു എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ആത്മസുഹൃത്താക്കുമായിരുന്നു. ഖലീൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമും കൊടുക്കേണ്ട ഒരു വ്യക്തി എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയെ വെക്കാൻ നിർവാഹമില്ല. കാരണം ഹബീബായ നബി തങ്ങൾക്ക് തൻ്റെ ഫുൾ ടൈം അള്ളാഹുവിന് നൽകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖലീലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീലാക്കാൻ ഹബീബായ നബി തങ്ങൾക്ക് സാധ്യമല്ല. സാധ്യമായിരുന്നു എങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെക്കുമായിരുന്നു. സാധ്യമല്ലാത്തത് കൊണ്ട് വലാകിന്നഹു അഖീ വസ്വാഹിബി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനുമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് കൂട്ടുകാരനായി ഹബീബായ നബി തങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്ദേശം നമ്മുടെ കൂട്ടുകാരും അതുപോലെ വളരെ നല്ലവരായിരിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. പിറന്ന നാട്, അതിനെ അളവറ്റ് സ്നേഹിക്കണമെന്ന സന്ദേശം കൂടി ഹിജ്റയിലുണ്ട്. ഹിജ്റ പോകുന്ന സമയത്ത് മക്കയിലേക്ക് നോക്കി, കഅബയിലേക്ക് നോക്കി, ഇന്നക്കി ല അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ ഖറജ്തു. മക്ക അല്ലെങ്കിൽ കഅബ, ഈ സ്ഥലമുണ്ടല്ലോ, ഇത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ജന്മഭൂമിയാണിത്. ഇവിടുത്തെ ജനങ്ങൾ എന്നെ ആക്രമിച്ച് പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോകുമായിരുന്നില്ല എന്ന് ഹബീബായ നബി തങ്ങൾ വളരെ വികാരഭരിതനായി പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജന്മഭൂമി അത് നമ്മുടെ ജീവന് തുല്യമാണ്, ജീവന് തുല്യമായി സ്നേഹിക്കേണ്ട ഇടമാണ് എന്ന മെസ്സേജാണ്. ഏത് പ്രതിസന്ധിയിലും വിശ്വസ്തത കളഞ്ഞു കുളിക്കരുത് എന്ന മെസ്സേജ് കൂടി ഹിജ്റ നൽകുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച വിശ്വാസപൂർവം തന്നെ ഏൽപ്പിച്ച അമാനത്ത് മുതൽ
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാട് വിട്ടുപോകുന്ന ആ സന്നിഗ്ധ ഘട്ടത്തിലും ആ വിശ്വാസ്യ മുതലുകൾ അതിൻ്റേതായ ഉടമകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാടാക്കിയത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ഉത്തരവാദിത്വ നിർവഹണം അതും ഹിജ്റയുടെ ഒരു സന്ദേശമാണ്. ബഹുമാനപ്പെട്ട അസ്മാ ബിന്ത് അബി ബക്കർ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മോളാണ്. അവരായിരുന്നു ഗാർ ഗുഹയിൽ ഹബീബായ നബി തങ്ങളും തൻ്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇരിക്കുമ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത്. ഏത് പ്രയാസ ഘട്ടത്തിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വളരെ പെർഫെക്റ്റായ രീതിയിൽ ചെയ്യണമെന്നും അതിന് ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ, ശരിയായ ലൊക്കേഷൻ, അതുപോലെ റൂട്ട്, ഇതെല്ലാം ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കണമെന്നുമുള്ള സന്ദേശം കൂടി ഹിജ്റയിലുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി അറിയുന്ന പരിചയമുള്ള നല്ല വിശ്വാസ്യതയുള്ള ഒരാൾ, അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെയും ആ പരിചയത്തെയും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അയാളെയാണ് തനിക്ക് ലൊക്കേഷൻ കാണിച്ചു തരുവാനും റൂട്ട് കാണിച്ചു തരുവാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമിച്ചത്. അപ്പം ഇതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം, വിശ്വാസ്യതയ്ക്ക് വിശ്വാസ്യത. അത് ഏത് മതക്കാരനായാലും അവരുടെ ആ വിശ്വാസ്യതയെ നാം വിലമതിക്കുകയും അവരെപ്പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റൂട്ടും നമ്മുടെ ചാനലും അതുപോലെ നമ്മുടെ ചാർട്ടും വഴിയും എല്ലാം ലൊക്കേഷൻ അടക്കം ക്ലിയർ ആക്കണമെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെയെല്ലാം ഹിജ്റ നൽകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.